നമസ്കാരം. ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നത്. അത് വേറൊന്നുമല്ല, വെരിക്കോസ് വെയിൻ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഷുഗർ വന്നതിന് ശേഷം കാലിലുണ്ടാകുന്ന കറുത്ത പാടുകൾ, അതുപോലെ സർക്കുലേഷൻ മൊത്തത്തിൽ കുറഞ്ഞ കാലിൽ നീരൊക്കെ വന്നിരിക്കുന്ന അവസ്ഥ, അതുപോലെ തന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, മുട്ടുവേദനയുടെ തുടക്കത്തിൽ മുട്ടിന്റെ ഉള്ളിൽ നിന്ന് ചെറുതായിട്ട് ഒച്ച കേട്ട് വരുന്നൊരവസ്ഥ. അത് പിന്നെ ക്രമേണ കൂടിയാണ് നമുക്ക് ഗ്രേഡ് 4 ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന വലിയ അവസ്ഥയിലേക്കൊക്കെ എത്തുന്നത്. അത്രയും വലിയ അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് മുട്ടിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസുകൾ. പിന്നെ ഒരുപാട് ദീർഘനേരം നിന്ന് ജോലി ചെയ്യുന്ന ടീച്ചേഴ്സ്, സെയിൽസ് ഗേൾസ്, അങ്ങനെ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് പ്ലാന്റാർ ഫേഷ്യാറ്റിസ്, ഉപ്പൂറ്റി വേദന എന്നൊക്കെ പറയുന്ന അവസ്ഥ. അത് രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് അതിന്റെ വേദന കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ വേദന മാറുന്നതായിട്ടും കാണാം. എന്നാലും അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫലപ്രദമായിട്ടുള്ള കുറച്ച് എക്സസൈസുകൾ ഇത്രയൊക്കെ പരിചയപ്പെടുത്താനാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഈ പറയുന്ന അസുഖങ്ങളൊക്കെ ഇല്ലാത്ത ആളുകൾ വളരെ ചുരുക്കമാണ്. കാരണം ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ്. പണ്ടൊക്കെ നമുക്ക് പോഷകങ്ങൾ കുറഞ്ഞതുകൊണ്ട് വരുന്ന അസുഖങ്ങളായിരുന്നു കൂടുതലായിട്ട്. പക്ഷെ ഇപ്പോൾ നമ്മുടെ ഈ മാറി വരുന്ന സാഹചര്യത്തിൽ ജീവിതശൈലി രോഗങ്ങൾ, നമ്മളുടെ ഒരുപാട് ഭക്ഷണം നമ്മൾ കഴിക്കുന്നുണ്ട്, പക്ഷെ അതിൽ നിന്ന് നമുക്ക് പോഷകാംശങ്ങളൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ, ആ കൂടെ തിരക്ക് പിടിച്ച് ഈ ഓട്ടത്തിനിടയ്ക്ക് നമുക്ക് പലപ്പോഴും എക്സസൈസുകൾ ഒന്നും ചെയ്യാൻ പറ്റാറില്ല. ഇപ്പൊ വളരെ സിമ്പിളായി പുറത്തൊന്നും പോകാതെ നമ്മുടെ വീടിനകത്ത് നമ്മൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് നിന്നിടത്ത് നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പമായിട്ടുള്ള കുറച്ച് എക്സസൈസുകളാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ ഈ മുമ്പ് പറഞ്ഞ ഈ വെരിക്കോസ് വെയിന്റെ ബുദ്ധിമുട്ടുകളായിട്ടുള്ള ഈ ഞരമ്പ് തടിച്ചു വരിക, രക്തയോട്ടം കുറയുക, കാലിൽ കറുത്ത കളറ് വരിക, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ള ഉപ്പൂറ്റി വേദന, ഈ പറയുന്ന ലക്ഷണങ്ങൾ നമുക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ഒരു വിദഗ്ധ സഹായം തേടുക. ഒരു ഡോക്ടറെ അല്ലെങ്കിൽ ഒരു ബോൺ സെറ്റിംഗ് ഒരു ക്ലിനിക്കിൽ പോയി നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ബോഡി അവരെ എന്താണ് എന്നുള്ള രീതിയിൽ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് അവരെ കാണിച്ചു കൊടുത്ത് ആദ്യം ഒരു ബോൺ സെറ്റിംഗ് ചെയ്യുക. എന്നിട്ട് ഈ എക്സസൈസുകൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്കതിന് നല്ലൊരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരാഴ്ചയെ കൊണ്ട് തന്നെ ഇവിടെ വരുന്ന പല രോഗികളിലും ഈ കാലിലെ ആ കറുത്ത പാടുകൾ മാറി, ആ ഡയലേറ്റ് ചെയ്തിരുന്ന തടിച്ചു വീർത്തിരുന്ന വെരിക്കോസ് വെയിൻ ഉള്ളിലേക്ക് പയ്യെ ചുരുങ്ങി കുറച്ചുകൂടി ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് നടക്കാൻ പറ്റുന്നുണ്ട് ഡോക്ടറെ. നേരത്തെ സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ ഇരിക്കാൻ പറ്റുന്നില്ല, ഒരു ഇങ്ങനെ ചെരിഞ്ഞുള്ള സ്ലോപ്പായിട്ടുള്ള പ്രതലത്തിലൂടെ നടക്കും, മുട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു വെട്ടുന്ന അങ്ങനത്തെയൊക്കെ കംപ്ലൈന്റ് പറഞ്ഞു വരുന്നവര് ബോൺ സെറ്റിംഗ് ചെയ്ത് ഈ എക്സസൈസ് കൃത്യമായി ചെയ്ത ആളുകളിൽ വളരെ നല്ല റിസൾട്ട് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ എക്സസൈസ് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഞാൻ ഡോക്ടർ അശ്വതി സോമൻ, രാജഗുരു വെൽനസ്. ആദ്യം കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ മുട്ടിനുള്ള ഒരു എക്സസൈസ് ആണ് കാണിച്ചു കൊടുക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എപ്പോഴും ഒരു സെറ്റിൽ ഇരുന്നിട്ട് സെറ്റിൽ ബാക്കിലേക്ക് ചാരി ഇരിക്കുക, അല്ലെങ്കിൽ നമ്മൾ കട്ടിലേ ഇരുന്നിട്ട് ഭിത്തിയിലേക്ക് ചാരി ഇരുന്നിട്ട് വേണം ചെയ്യാൻ. ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് ഇരുന്ന് ബലം പിടിച്ചിരുന്ന് ആരും ചെയ്യരുത്. നമ്മളിവിടെ സൗകര്യത്തിന് വേണ്ടി ചെയ്ത് കാണിക്കുന്നുള്ളൂ. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യം ഇങ്ങനെ ഒരു 1.5 ലിറ്റർ ബോട്ടിൽ, ഇതിന്റെ വലിയ ബോട്ടിലും ചെറിയ ബോട്ടിലും നമുക്ക് ഫലപ്രദമല്ല, ശരിക്കും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു 1.5 ലിറ്ററിന്റെ ബോട്ടിൽ തന്നെയാണ്. ഈ ബോട്ടിൽ നമ്മുടെ മുട്ടിനടിയിലേക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ കയറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ കാലിങ്ങനെ പൊക്കി നിർത്തുക. ഇങ്ങനെ പൊക്കി ഒരു 10 സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്യണം. മീൻസ് നമ്മളൊരു 10 വരെ എണ്ണ സമയം നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തുക. അതിനുശേഷം അത് താത്തുക, വീണ്ടും അപ്പം തന്നെ ടൈറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അങ്ങനെ താത്തുക. അങ്ങനെ ഒരു കാലിനൊരു മിനിമം ഒരു 20 ടൈംസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ 20 ടൈംസ് ചെയ്യുമ്പോൾ നമുക്ക് മസിൽസിനൊക്കെ ചെറിയ വേദന തോന്നും. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി ഒരു 10 പ്രാവശ്യം ഈ കാലിന് ചെയ്തിട്ട് 10 പ്രാവശ്യം ഈ കാലിൽ ചെയ്യുക. അങ്ങനെ മാറി ഒരു കാലിന് 20 ടൈംസ് വരാൻ പറ്റുമെന്ന് ചെയ്യുക. സ്റ്റാർട്ടിങ് ഒരു ആഴ്ചത്തേക്ക് ശരിക്കും നമ്മളൊരു ദിവസത്തിൽ 2 നേരം ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടും. അതിനുശേഷം ദിവസത്തിൽ 1 പ്രാവശ്യം ചെയ്താൽ മതിയാവും. ഇനി അടുത്ത എക്സസൈസ് കാണിച്ചു തരാം. ഓക്കെ, ചെറുപ്പക്കാർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് നിന്നുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ടോയിൽ ഇങ്ങനെ പൊങ്ങുകയും താഴുകയും ചെയ്യാം. കുറച്ച് പ്രായമായവരാണെങ്കിൽ ഇങ്ങനെ കൈ ഇങ്ങനെ ഭിത്തി പിടിച്ചുകൊണ്ട് നിന്നതിന് ശേഷം നമ്മൾ മാക്സിമം ടോയിൽ ഇങ്ങനെ പൊങ്ങുക താഴുക. ഒരു 20 ടൈംസ് ഒക്കെ ഇങ്ങനെ ചെയ്യുകയാണ്. ഇത് ആണ് രണ്ടാമത്തെ എക്സസൈസ്. ഈ എക്സസൈസ് മെയിനായിട്ട് നമുക്ക് വെരിക്കോസ് ഉള്ളവർക്കും മറ്റേ നമ്മുടെ ഷുഗറൊക്കെ ഒന്ന് കാല് കറുത്ത് പോയ അവസ്ഥയിലുള്ളവർക്കൊക്കെ ഇത് കുറച്ചുകൂടെ നല്ല ഒരു റിസൾട്ട് കിട്ടാണ്. അതിനുള്ള എക്സസൈസ് നമ്മൾ കാലിൻ്റെ ടോ മാക്സിമം നമ്മളിങ്ങനെ തള്ളി പിടിക്കുക, ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ബാക്കിലേക്ക് അങ്ങനെ മാക്സിമം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക. ഇങ്ങനെ ഫ്രണ്ടിലേക്ക് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക, ബാക്കിലേക്ക് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. ഇതിങ്ങനെ ഒരു 20 ടൈംസ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിടക്കാൻ നേരത്തും ചെയ്യുവാണെങ്കിൽ വെരിക്കോസ് വെയിനൊക്കെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഈ എക്സസൈസ് മെയിനായിട്ട് നമ്മൾ ഉപ്പൂറ്റി വേദനയ്ക്കാണ്. ഈ പറഞ്ഞ എല്ലാ എക്സസൈസും എല്ലാവർക്കും ചെയ്യുന്ന കോമൺ ആയിട്ട് ചെയ്യാവുന്ന എക്സസൈസുകൾ തന്നെയാണ്. ഇത് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്
ഉപ്പുപറ്റി വേദനയ്ക്കാണ്. അപ്പോൾ ഉപ്പുപറ്റി വേദനയ്ക്ക് നമ്മൾ ഈ കാലിന്റെ ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ മുട്ടിന്റെ രണ്ടാമത്തെ ഒരു ജോയിന്റ് വന്നതിന്റെ അവിടെ വെച്ചാണ് നമ്മുടെ കാൽപാദം അത്ര ഭാഗമാണ് മുകളിൽ ഇരിക്കാവുള്ളൂ, അപ്പുറമായിട്ടിരിക്കുക. ബാക്കി മൊത്തം നമ്മുടെ ഹീല് മൊത്തം താഴേക്ക് വേണം. നമ്മുടെ വീട്ടിലുള്ള സ്റ്റെപ്പിന്റെ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. കൈ രണ്ട് സൈഡിൽ പിടിച്ചുകൊണ്ട് നിന്നാലും ബാലൻസ് ചെയ്തിട്ട് ഒറ്റ കൈയിൽ നിന്നും അങ്ങനെ ചെയ്യരുത്. നമുക്ക് ബാലൻസ് പോയി പുറകിലേക്ക് മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മാക്സിമം നമ്മളിങ്ങനെ നിന്നിട്ട് രണ്ട് കാലം ചേർത്ത് വെച്ച് മാക്സിമം നമ്മുടെ ഹീല് താഴേക്ക് അങ്ങനെ കൊണ്ടുപോകുക. അത് കഴിഞ്ഞ് ടോയിൽ മാക്സിമം മുകളിലേക്ക് പോകുക, വീണ്ടും താഴേക്ക് മാക്സിമം പോവുക, അതിന് മാക്സിമം മുകളിലേക്ക് പോകുക. ജസ്റ്റ് ഒന്ന് നമ്മുടെ ഏതൊരു ഭാഗമാണ് നമ്മുടെ ടോ കാണുന്നതെന്ന് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് നമ്മുടെ കാൽഭാഗത്ത് ഇത്ര ഭാഗം ഇരിക്കാവുള്ളൂ. ഓക്കെ, ഇത്ര എക്സസൈസുകൾ നമ്മൾ എല്ലാവർക്കും റെഗുലർ ആയിട്ട് ചെയ്യാം. ഈ എക്സസൈസുകൾ എല്ലാവർക്കും ചെയ്യാവുന്ന എക്സസൈസുകളാണ്. നമുക്ക് ഇത് കോമൺ ആയിട്ട് ഈ ഇന്ന വിഷയത്തിന് ഒരു എക്സസൈസ് മാത്രമല്ല, ഈ പറഞ്ഞ എല്ലാ എക്സസൈസുകളും എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇത് കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.